അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, നമ്മളിത് ഇവിടെ കുറച്ച് വെണ്ടക്കായി നമ്മുടെ എന്താ പറയുന്നത് നല്ല അടിപൊളി നാടൻ നെല്ലിക്കായി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വെണ്ടക്കായും നെല്ലിക്കായും വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം, പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പൊ ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സാധനം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കടലപ്പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പൊ നമ്മൾ കഴുകിയൊക്കെ എടുത്ത കേട്ടോ, നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, കഴുകിയൊക്കെ എടുത്തേക്കാണ്. എണ്ണ ഒരുപാട് വേണ്ട കേട്ടോ, ഒരു നുള്ളു മതി. കാര്യം ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. ഇപ്പൊ എണ്ണ ഇല്ലാതെ വേണമെങ്കിലും നമുക്കിത് വറുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത് ഹെൽത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുണ്ടല്ലോ, നമ്മള് എണ്ണ അടിക്കാനൊരു മേജർ കാരണം എന്ന് വെച്ചാല് പെട്ടെന്ന് ഇത് വറുത്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് എണ്ണ ഒഴിച്ചത്. അപ്പൊ എന്തായാലും ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് സാധനം കൂടെ നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ അത് ഇത് മൂക്കുന്നതിന് നമുക്കൊന്ന് നമ്മുടെ അപ്പം വറക്കാനെടുത്ത നമ്മുടെ കടലപ്പരിപ്പ് ഇതേ നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് പോയി മാറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത സാധനം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ അടുത്ത് എടുത്തിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉഴുന്നാണ് കേട്ടോ, ഉഴുന്ന് പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളിതുണ്ടല്ലോ കഴുകിയൊക്കെ എടുത്തിരിക്കുന്ന കാരണമാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും നമുക്ക് ഇതുപോലെ തന്നെ എന്താ പറയുക ഒരു ഗോൾഡൻ രീതി, അതായത് ഒരുപാട് അങ്ങ് മൂത്ത് പോവുക വേണ്ട, എന്നാൽ നല്ല കട്ടിക്ക് കിട്ടുക വേണം. ഇളക്കുന്ന സമയത്ത് ഒരു കിലുകില ഒച്ച അത് തന്നെ ആ ഒരു പരുവത്തിൽ. അപ്പൊ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് ഒരു സ്വല്പം നമ്മൾ എടുക്കുന്ന കടലപ്പരിപ്പിനേക്കാളും ഉണ്ടല്ലോ ഒരു പടി ഒരു മുമ്പിൽ നിൽക്കണം, അതായത് ഇച്ചിരി കൂടുതൽ വേണം. ഇപ്പൊ നമ്മൾ എടുത്തത് വെച്ചാല് ഒരു 1:2 റേഷ്യോ, അതായത് ഉഴുന്ന പരിപ്പ് ഇരട്ടി എടുത്തിട്ടുണ്ട്. അതെ, ഇതിലാണ് ഇതിന്റെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ അത് വറുത്ത പോലെ തന്നെ ഇതും കൂടെ വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ഉഴുന്ന പരിപ്പുണ്ടല്ലോ നല്ല എന്താ പറയുക മൂത്ത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് നമ്മുടെ കറിവേപ്പില നമ്മളൊരു 2 തണ്ടോളം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാര്യം ടേസ്റ്റ് കൂടത്ത് കിട്ടും. അപ്പൊ ഈ നേരത്തെ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇതിന് വേണമല്ലോ. അപ്പൊ അതിന് നമുക്കത് നമ്മൾ വറ്റൽമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇനി കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് എന്താ പറയുന്നത് ഒന്ന് മൂത്ത് കിട്ടണം. കറിവേപ്പില നമ്മുടെ മുളകും. അപ്പം നമ്മുടെ ഉഴുന്ന പരിപ്പുണ്ടല്ലോ ഒത്തിരി മൂക്കുന്നതിന് തൊട്ട് മുന്നേ വേണം. അതായത് നമുക്ക് എടുക്കേണ്ട ഒരു പരുവത്തിനെക്കാളും അതെ ഒരു പടിക്ക് മുമ്പേ നമുക്ക് ഈ മറ്റുള്ള സാധനങ്ങൾ ചേർത്തിട്ട്. അപ്പൊ ഇതൊന്ന് മൂത്ത് റെഡിയായി കഴിഞ്ഞിട്ട് നമുക്കിത് കോരി മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേറെ ഇച്ചിരി സാധനങ്ങളോട് മൂപ്പിച്ചൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മുടെ ഉഴുന്നും എന്താ പറയുക കറിവേപ്പില മുളകൊക്കെ നമ്മള് കോരി മാറ്റിയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക നമ്മളിത് ഇതുപോലെ ഈ സ്റ്റാറിന്റെ ഒരു രീതിയിലാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതും കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഈ സമയത്തൊന്നും നമ്മളിതിനകത്ത് ഒരു ശകലപോലെ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് എന്താ പറയുന്നത് എങ്ങനെ അതെ ഒരുപാടൊന്നും വേഗമൊന്നും വേണ്ട. കാര്യം വെച്ചാൽ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ പച്ചക്കൊക്കെ തിന്നുന്നത്, അതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും വേഗമില്ല. പക്ഷെ ഇതിന്റെ ആ ഒരു വഴുവഴുപ്പില്ലേ അതൊന്നും പോയി കിട്ടിയാൽ അല്ലാതെ നമുക്കൊന്ന് മറ്റേ ഡ്രൈ ആയിട്ട് അങ്ങനൊന്നും കിട്ടണ്ട. ഇതിന്റെ ആ ഒരു വഴുവഴുപ്പ് ജസ്റ്റ് ഒന്ന് പോകണം, അത്രേ ഉള്ളൂ. അപ്പൊ അതായത് നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മൂത്തതിന്റെ ആ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ മാറി നല്ല ചറമറാന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവനെ കൂടെ നമുക്ക് കോരി മാറ്റിയിട്ട് നമുക്ക് ഈ ചീനച്ചട്ടിയൊക്കെ മാറ്റിയേക്കാം. അപ്പം അത് ഇനിയിപ്പോൾ നമുക്ക് ചീനച്ചട്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇവരെ ചിലവിടാതെ കോരി എടുക്കുക. അപ്പം നമ്മളുണ്ടല്ലോ നമ്മുടെ വെണ്ടയ്ക്കായും നന്നായിട്ട് ഇത് വറുത്ത് കോരി റെഡിയാക്കി തണുത്ത് അത്ര മതി. കാര്യം ചെയ്യുന്നത് ഒരുപാട് മൂത്തൊന്നും പോകണ്ട, വേഗവും വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട്, വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ വറുത്ത സാധനങ്ങളൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു നെല്ലിക്ക ഒരു 3 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ, നല്ല വിളഞ്ഞ തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനമാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ ഈ സാധനം നമ്മൾ പിടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് കൊത്തി എടുക്കുക അല്ലേ, അരിഞ്ഞെടുത്തിട്ട് ഇതെല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ അത് ചേർക്കരുത്.
എന്താ പറയുന്നത്, അത്യാവശ്യം ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക. ചേർത്തിട്ട് നമ്മളിപ്പോ ഉപ്പ് മാത്രം എടുത്തു വെച്ചിട്ടില്ല, ബാക്കി എല്ലാ സാധനം ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരുപാടൊക്കെ ഫൈനായിട്ടങ്ങ് അരയ്ക്കരുത്, ഒരു തരിതരിയായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ എന്തായാലും കൊള്ളാം, ഈ സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് അരച്ച് നമ്മളിപ്പോൾ റെഡിയാക്കി കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ അതേ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം അരച്ച് സെറ്റപ്പ് ആക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അരച്ച് വന്നപ്പോൾ അതൊരു ചമ്മന്തി രൂപമായി. അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലിക്കായും വെണ്ടയ്ക്കായും വെച്ചുള്ള ചമ്മന്തി എന്ന് പറയുന്നത്. ഈ സാധനം നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ, ഇനി വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കൂടെ കഴിക്കാം കേട്ടോ. അടിപൊളി സാധനമാണ്. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഡെയിലി ഉണ്ടാകും, അതിൻ്റെ അത് യാതൊരു സംശയമില്ല. അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. എരിയുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, അടിപൊളി. അതെ, പുളിക്ക് വേണ്ടി എക്സ്ട്രാ സാധനം ചേർത്തിട്ട് നമ്മുടെ നെല്ലിക്കയുടെ നാച്ചുറലായിട്ടുള്ള പുളിയാണ്. പക്ഷേ എന്തുണ്ടല്ലോ, ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും കൊള്ളാം. വെണ്ടയ്ക്കായും നെല്ലിക്കായും ഒക്കെ കിട്ടും. ഇപ്പം അതിൻ്റെ സീസണാണല്ലോ. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന ഒരു മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക, ഓപ്ഷൻ കൂടെ ഓണാക്കി വെക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയാക്കി നോക്കുക, അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. അപ്പം ഇതുപോലെ തന്നെ വ്യത്യസ്തമായൊരു കിടുക്കാച്ചി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.